പാലക്കാട് ആലത്തൂരിൽ വാടക വീട് കേന്ദ്രീകരിച്ച ഓൺലൈൻ വഴി ലോട്ടറി തട്ടിപ്പ് സംഭവത്തിൽ 4 തമിഴ്നാട് സ്വദേശികളെ പിടികൂടി. ലോട്ടറി ടിക്കറ്റുകൾക്ക് വാട്സാപ്പ് വഴി അനധികൃതമായി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. അരുൺ, ഈ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 തമിഴ്നാട് സ്വദേശികളെയാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് പാലക്കാട് ആലത്തൂരിലാണ് വാടക വീട് കേന്ദ്രീകരിച്ച് ഓൺലൈൻ വഴി ലോട്ടറി തട്ടിപ്പ് നടത്തിയ 4 തമിഴ്നാട് സ്വദേശികൾ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള ഉത്തമരാജ്, അതുപോലെ തന്നെ വടൈപ്പതി പാലമേട് നന്ദൻ കറുപ്പ്, മധുരൈ കൃഷ്ണഗിരി തോന്നിക്കോട്ടെ മുത്തുരാജ്, പൊള്ളാച്ചി സ്വദേശി മുത്തുകൃഷ്ണൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കുനിശ്ശേരി തെക്കേത്തറയിലെ വാടക വീട്ടിൽ കേരള സർക്കാരിന്റെ ലോട്ടറി ടിക്കറ്റുകൾ വാട്സപ്പ് വഴി അനധികൃതമായി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുകയായിരുന്നു ഇവരുടെ രീതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലത്തൂർ പോലീസ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ 4 സംഘത്തെ പിടികൂടിയിരിക്കുന്നത്. സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് നൽകി ഈ ടിക്കറ്റ് നമ്പർ അയച്ചു നൽകിയ ശേഷം സമ്മാനം ലഭിച്ചവർക്ക് പണം ഇവർ നൽകാതെയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആലത്തൂർ SI മുജീബ്, അതുപോലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ പാലക്കാട് തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചിറ്റൂര്, കൊഴിഞ്ഞാമ്പാറ തുടങ്ങിയ മേഖലകളിലൊക്കെ സമാനമായ രീതിയിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയതിൽ നിന്ന് പലയിടത്തും ഇത്തരത്തിൽ ലോട്ടറി കച്ചവടം എന്ന പേരിൽ ഓൺലൈനായിട്ട് വാട്സപ്പ് വഴിയും മറ്റുമൊക്കെ ടിക്കറ്റ് തമിഴ്നാട് സ്വദേശികൾക്കും മറ്റുമൊക്കെ അയച്ചു നൽകി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് അന്ന് കൂടുതലായിട്ടും ജില്ലയുടെ തന്നെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായിട്ടുണ്ടായത്. ഇതിപ്പോൾ ആലത്തൂർ പോലെയുള്ള ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലും ഇത്തരം തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു അറസ്റ്റ് എന്നുള്ളതാണ്. ഏതായാലും 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ അറസ്റ്റിലായ 4 പേരും തമിഴ്നാട് സ്വദേശികളാണ്. ഓക്കെ, അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.